ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ വ്യക്തിയുടെ ഭാര്യയുണ്ടാകുമെന്ന് ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ വിജയിച്ച ഏതൊരു ആളുടെ പുറകിലും എപ്പോഴും ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ ഏത് വ്യക്തിയെയും വീഴ്ത്താൻ കഴിയും എന്നത് സത്യമാണ്. മഹാനായ നയതന്ത്രജ്ഞനും തത്വചിന്തകനുമായ ആചാര്യൻ ചാണക്യന്റെ വാക്കുകളും ഇതുതന്നെയാണ്. മോശം സ്ത്രീ വീട് നരകമാക്കുന്നു. ഭാര്യയ്ക്ക് ചില മോശം സ്വഭാവങ്ങളുണ്ടെങ്കിൽ വീട് നരകമാകാൻ അധിക താമസമില്ലെന്നും ചാണക്യൻ പറയുന്നു. ചാണക്യനീതി പ്രകാരം ഒരു മോശം ഭാര്യയെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ കാര്യം, ഭൗതിക സുഖങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സ്ത്രീ. സ്വന്തം ഭൗതിക ഗുണങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനോ കുടുംബത്തിനോ ഒരു പ്രാധാന്യവും നൽകുന്നില്ലെന്ന് ചാണക്യൻ പറയുന്നു. ഇത്തരം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് ഒട്ടും ഉചിതമല്ല. കാരണം അവർ ഒരു മായാലോകത്ത് മുഴുകിക്കിടക്കുന്നവർ ആയിരിക്കും. അത്തരം സ്ത്രീകൾ മറ്റുള്ളവരെ കണക്കിലെടുക്കാതെ സ്വന്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും. രണ്ടാമത്തെ കാരണം, എപ്പോഴും മറ്റുള്ളവരെ അപമാനിക്കുന്ന സ്ത്രീ. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീ പരുഷമായി പെരുമാറുകയും മറ്റുള്ളവരെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരമൊരു സ്ത്രീക്ക് ഒരിക്കലും കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവില്ല. അത്തരം സ്ത്രീകൾ ഒരിക്കലും അവരുടെ ഭർത്താവിനെയോ കുടുംബങ്ങളെയോ ബഹുമാനിക്കില്ലെന്ന് ചാണക്യൻ പറയുന്നു. അതിഥികളെ സ്വാഗതം ചെയ്യാത്ത, മുതിർന്നവരെ ബഹുമാനിക്കാത്ത ഒരു സ്ത്രീയുമായി സഹവസിക്കുന്നത് നിങ്ങളെ കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അകറ്റും. അത്തരമൊരു സ്ത്രീ കുടുംബത്തിന് അപമാനവും ആപത്തും വരുത്തുന്നു. മൂന്നാമത്തെ കാരണമാണ് അസത്യത്തിന്റെ പാത പിന്തുടരുന്ന സ്ത്രീ. എപ്പോഴും നുണ പറയുന്ന സ്ത്രീ ഭർത്താവിന് ദുരിതം സമ്മാനിക്കുന്നു. അവൾ എപ്പോഴും ഭർത്താവിനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുകയും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് ചാണക്യൻ പറയുന്നു. നാലാമത്തെ കാരണമാണ് മറ്റുള്ളവരെ വഞ്ചിക്കുന്ന സ്ത്രീ. ചാണക്യന്റെ അഭിപ്രായത്തിൽ ആളുകളെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം നേട്ടത്തിനായി ആരെയെങ്കിലും ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഒരിക്കലും കുടുംബത്തിൽ ഐക്യമുണ്ടാവില്ല. അവർ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. അത്തരം സ്ത്രീകളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു. അഞ്ചാമത്തെ കാരണമാണ് അത്യാഗ്രഹിയായ സ്ത്രീ. ദുഷ്ടയും അത്യാഗ്രഹിയുമായ ഒരു സ്ത്രീയുടെ നിഴലിൽ നിന്നുപോലും അകന്നു നിൽക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യനീതിയിൽ പറയുന്നു. അത്തരം ഒരു സ്ത്രീയുടെ സഹവാസം നിങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും വലിയ കുഴപ്പത്തിലാക്കും. അവർ കുടുംബത്തിന് ആപത്താണ്. ഇതുകൂടാതെ സ്ത്രീകൾ തങ്ങളുടെ കുടുംബകാര്യങ്ങൾ ഏതെങ്കിലും പുറത്തു നിന്നുമുള്ളവരുമായി പങ്കുവയ്ക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കുടുംബം തകർച്ചയുടെ വക്കിലാണെന്ന് മനസ്സിലാക്കുക. ആറാമത്തെ കാര്യമാണ് വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീ. വിദ്യാഭ്യാസമില്ലാത്ത, അനാവശ്യമായി പണം ചിലവഴിക്കുന്ന, കുട്ടികൾക്ക് നല്ല മൂല്യം നൽകാത്ത ഒരു സ്ത്രീ കുടുംബത്തിന് ഒട്ടും നല്ലതല്ല. ഇവർ വീടിനെ സാമ്പത്തികമായി അസ്ഥിരമാക്കുന്നു. മാത്രമല്ല, ഇത്തരം സ്ത്രീകൾ പുതിയ തലമുറയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാതെ അവർക്ക് വലിയ ദോഷവും ചെയ്യുന്നു. കുടുംബത്തിന്റെ അവസ്ഥ കണക്കിലെടുക്കാതെ സ്ത്രീകൾ അനാവശ്യമായി പണം ചിലവഴിക്കുന്നതും കുട്ടികളെ ശ്രദ്ധിക്കാത്തതും കാരണം കുടുംബം തകരാൻ വരെ സാധ്യത ഉണ്ടാകുന്നു. ഏഴാമത്തെ കാര്യം, വിവാഹശേഷം ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെയും അവന്റെ മുഴുവൻ തലമുറയുടെയും സന്തോഷത്തിന് കാരണമാകുന്നു. ചാണക്യ നീതിശാസ്ത്രത്തിൽ സ്ത്രീകളുടെയും പുരുഷന്റെയും തമ്മിലുള്ള ബന്ധവും അവരുടെ ഗുണങ്ങളും പരാമർശിക്കുന്നുണ്ട്.
ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം പൂരകങ്ങളാണ്. എന്നാൽ പരസ്പര ഏകോപനമില്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഒരിക്കലും നല്ല രീതിയിൽ പോവില്ല. പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം സന്തോഷകരമാകൂ. ഇത് ഉള്ള വീടുകളിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം എപ്പോഴും നിലനിൽക്കും. വിവാഹശേഷം ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെയും അവന്റെ തലമുറയുടെയും സന്തോഷത്തിന് കാരണമാകുന്നു. ഭാര്യ സദ്ഗുണങ്ങൾ ഉള്ളവളാണെങ്കിൽ അവൾ ഭർത്താവിന് ഉയർച്ചയും കുടുംബത്തിന് ഐശ്വര്യവും നൽകുന്നു. എന്നാൽ ഭാര്യയുടെ സ്വഭാവം മോശമാണെങ്കിൽ കുടുംബത്തിൽ ഓരോ അംഗവും അതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കും. ഭർത്താവിന് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. ചാണക്യനീതിയിൽ പറയുന്ന ലക്ഷണങ്ങൾ നോക്കി നിങ്ങൾക്കൊരു മോശം ഭാര്യയെ തിരിച്ചറിയാം. ചാണക്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചാണക്യനീതി അനുസരിച്ച് സംസാരത്തിൽ നിയന്ത്രണമില്ലാത്തതും വളരെ പരുഷമായി വാക്കുകൾ ഉപയോഗിക്കുന്ന ഭാര്യയെ കുടുംബത്തിന് നാശം വരുത്തുന്നവളായി കണക്കാക്കുന്നു. അത്തരം സ്ത്രീകൾ എന്തും പറയുന്നു. അത്തരം സ്ത്രീകൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ ശ്രദ്ധിക്കുകയുമില്ല. അത് ഭർത്താവിനും കുടുംബത്തിനും വലിയ നഷ്ടമുണ്ടാക്കുന്നു. കോപം മനുഷ്യ സഹജമാണ്. എല്ലാ കാര്യത്തിലും കോപപ്പെടുന്ന ഭാര്യ ഭർത്താവിന്റെ ജീവിതം ദുസ്സഹമാക്കുന്നു. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ക്ഷേമത്തിനു വേണ്ടി ദേഷ്യ സ്വഭാവമുള്ള ഭാര്യയെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു. വീട്ടിൽ അശാന്തി ഉണ്ടാക്കുന്ന ഭാര്യയുമായുള്ള ജീവിതം ഒരിക്കലും സുഖകരമാകില്ല. അത്തരം സ്ത്രീകൾക്ക് തങ്ങളുടെ കുട്ടികളെ നല്ല ഗുണങ്ങൾ പഠിപ്പിക്കാൻ കഴിയില്ല. അതിന്റെ അനന്തരഫലങ്ങൾ നിങ്ങളുടെ മുഴുവൻ തലമുറയും അനുഭവിക്കേണ്ടി വന്നേക്കാം. അത്തരം ഭാര്യമാർ ഭർത്താവിന് ദോഷമാണെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ പരുഷമായി വാക്കുകളുള്ള ഭാര്യയെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം മോശം വാക്കുകൾ ആയുധങ്ങളെക്കാൾ കടുത്തതാണ്. അത് ആഴത്തിൽ പ്രഹരിക്കുന്നു. അത്തരം സ്ത്രീകൾ ചിന്തിക്കാതെ മോശമായ വാക്കുകൾ സംസാരിക്കുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങൾ പോലും അവർ ശ്രദ്ധിക്കുന്നില്ല. മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന ഭാര്യ കുടുംബത്തിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്നു. ഭാര്യ അത്യാഗ്രഹിയായിരിക്കുന്നത് ഭർത്താവിന് ദോഷകരമാണെന്ന് ചാണക്യൻ പറയുന്നു. ഭാര്യയെ അമിതമായി ചിലവിൽ നിന്ന് തടയുകയോ പണം നൽകുന്നത് നിർത്തുകയോ ചെയ്താൽ ഭർത്താവ് ഭാര്യയുടെ ശത്രുവിനെ പോലെയാകും. ഭാര്യയുടെ അത്യാഗ്രഹം കാരണം കുടുംബത്തിലെപ്പോഴും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ പോലും മടിക്കില്ല. അത്തരം ഭാര്യയെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു. കോപം എല്ലായ്പ്പോഴും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ നശിപ്പിക്കുന്നു. ചാണക്യൻ പറയുന്നത് അനുസരിച്ച് കോപം നിറഞ്ഞൊരു വ്യക്തി ശരിയും ചീത്തയും വേർതിരിച്ച് അറിയാൻ മറക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അവർ മറ്റുള്ളവർക്ക് അസഹനീയമായ മാനസിക വേദന ഉണ്ടാക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ദേഷ്യപ്പെടുന്ന ഭാര്യയെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു. കാരണം അത്തരം ബന്ധത്തിൽ ഒരിക്കലും സന്തോഷം കണ്ടെത്താനാകില്ല. ചാണക്യന്റെ അഭിപ്രായത്തിൽ മറ്റൊരു പുരുഷനുമായി ബന്ധം പുലർത്തുന്ന ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ സ്വഭാവം നല്ലതല്ലാത്ത ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവ് ഏറ്റവും വലിയ ശത്രുവാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ തെറ്റായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഭാര്യ തന്നെ തടസ്സപ്പെടുത്തുന്ന ഭർത്താവിനെ ശത്രുവായി കണക്കാക്കാൻ തുടങ്ങുന്നു. അവർ ഭർത്താവിന്റെ ജീവന് പോലും ആപത്താണ്. അത്തരമൊരു ഭാര്യയെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ സ്ത്രീയെ നല്ല ഭാര്യ എന്ന് വിളിക്കുന്നത് അവളുടെ പ്രവൃത്തിയിലും വാക്കുകളിലും അച്ചടക്കമുള്ളവൾ ആയിരിക്കുമ്പോഴാണ്. പറയുന്ന വാക്കുകളുടെയും പ്രവൃത്തികളുടെയും അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. കുറഞ്ഞ ചിലവിൽ ഒരു കുടുംബം നന്നായി നടത്താൻ അറിയുന്നവൾ ആയിരിക്കണം. നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുകയും എല്ലാ സുഖത്തിലും ദുഃഖത്തിലും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുക.